Good morning, my dear students. Welcome back to SS class. Today we are going to discuss about, did women have a revolution? The above topic starts with a picture. This picture shows Parisian women on their way to Versailles. It also represents the events of 5th October 1789. During that time, women marched to Versailles and brought the king back with them to Paris. നമ്മൾ ഇന്നത്തെ ടോപ്പിക് ആരംഭിക്കുന്നത് ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആ പിക്ചറിൽ പാരീസിലെ സ്ത്രീകൾ വേഴ്സായി കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്യുന്ന പടമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നടന്നിട്ടുള്ളത് 5th October 1789 ആ സമയത്ത് സ്ത്രീകൾ വേഴ്സായി കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്യുകയും കിങ് ലൂയിസ് 16നെ തിരിച്ച് പാരീസിലേക്ക് കൊണ്ടുവരികയുമായി. In this topic, we will discuss about the condition of women in France before and after revolution. First of all, we will discuss about the condition of women in France before the revolution. From the very beginning, women were active participants in the events which brought about so many important changes in the French society. ആദ്യ കാലഘട്ടത്തിൽ സ്ത്രീകൾ നന്നായിട്ട് റവല്യൂഷനിൽ പങ്കെടുത്തിരുന്നു. They participated revolutionary movements and brought about many changes in the French society. ധാരാളം ചേഞ്ചസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിരുന്നു. They hoped that their involvement would pressurize the revolutionary government to introduce measures to improve their lives. അവർ റവല്യൂഷണറി മൂവ്മെൻറ്റ്സിൽ പങ്കെടുത്തിരുന്നത് തങ്ങളുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാനായിട്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് നടത്തിക്കണം, അല്ലെങ്കിൽ അതിനുള്ള മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിനു വേണ്ടിയായിരുന്നു റവല്യൂഷണറി മൂവ്മെൻറ്റ്സിൽ അവർ പങ്കെടുത്തിരുന്നത്. മോസ്റ്റ് വിമൻ ഓഫ് ദി തേർഡ് എസ്റ്റേറ്റ് ഹാഡ് ടു വർക്ക് ഫോർ എ ലിവിങ്. തേർഡ് എസ്റ്റേറ്റിലെ സ്ത്രീകളായിരുന്നു ജീവിക്കുന്നതിന് വേണ്ടി ധാരാളം തൊഴിൽ ചെയ്തിരുന്നത്. They worked as seamstresses, laundress, sold flowers, fruits and vegetables at the market, were employed as domestic servant in the houses of prosperous people. ഒരു പലതരത്തിലുള്ള ജോലികളാണ് ചെയ്തിരുന്നത്. seamstresses, that means sweeper, തൂപ്പുകാരുടെ ജോലി ചെയ്തിരുന്നു. laundresses, തുണി നനയ്ക്കുന്ന ജോലി, വാഷർമാൻ. സോൾഡ് ഫ്ലവേഴ്സ്, പൂക്കൾ വിറ്റിരുന്നു. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ആൻഡ് ഡൊമസ്റ്റിക് സർവൻസ് ഇൻ ദ ഹൗസസ് ഓഫ് പ്രോസ്പെറസ് പീപ്പിൾ. വെൽത്തി ആയിട്ടുള്ള ആളുകളുടെ വീട്ടിൽ സർവൻ്റ് ആയിട്ടും അവർ ജോലി ചെയ്തിരുന്നു. മോസ്റ്റ് വിമൻ ഡിഡ് നോട്ട് ഹാവ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ഓർ ജോബ് ട്രെയിനിങ്. എന്നാൽ സ്ത്രീകൾക്ക് വേണ്ട തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ജോലിക്കുള്ള
ട്രെയിനിങ് പരിശീലനവും കിട്ടിയിരുന്നില്ല. Only daughters of nobles of wealthier sections of the third estate could study at convent, after which their families arranged a marriage for them. Only daughters of nobles and wealthier members of third estate. തേർഡ് എസ്റ്റേറ്റിലെ വെൽത്തിയർ ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ഡോട്ടേഴ്സ്, അതുപോലെ തന്നെ നോബൽസ് ഹൈ ക്ലാസ് പീപ്പിൾസിൻ്റെ ഡോട്ടേഴ്സ്, പുത്രിമാർക്ക് മാത്രമേ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നുള്ളൂ. ആഫ്റ്റർ വിച്ച് ദെയർ ഫാമിലീസ് അറേഞ്ച്ഡ് എ മാരേജ് ഫോർ ദം. പഠനം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിച്ച് അയക്കുമായിരുന്നു. വർക്കിംഗ് വിമൻ ഹാഡ് ആൾസോ ടു ക്രിയേറ്റ് കെയർ ഫോർ ദെയർ ഫാമിലീസ്, ദാറ്റ് ഈസ് കുക്ക്, ഫെച്ച് വാട്ടർ, queue up for bread and look after their children. Working women had to care for their families. വർക്ക് ചെയ്തിരുന്ന സ്ത്രീകൾ അവരുടെ ഫാമിലിയെ സംരക്ഷിക്കണമായിരുന്നു, കുക്ക് ചെയ്യണമായിരുന്നു, ഫെച്ച് വാട്ടർ വീട്ടാവശ്യത്തിനുള്ള വെള്ളം എടുത്തുകൊണ്ട് വരണമായിരുന്നു, ബ്രെഡിന് വേണ്ടി ക്യൂ നിൽക്കണമായിരുന്നു ബേക്കറിയിൽ പോയിട്ട്, ആൻഡ് ലുക്ക് ആഫ്റ്റർ ദെയർ ചിൽഡ്രൻ, കുട്ടികളെ സംരക്ഷിക്കണമായിരുന്നു. But their wages were lower than those of men. എന്നാൽ പുരുഷന്മാരെക്കാട്ടിലും വളരെ വേജസ്, കൂലി വളരെയധികം കുറവായിരുന്നു. In order to discuss and voice their interest, women started their own political clubs and newspapers. In such a situation, women started a new club and issued newspaper. ഈ സമയത്താണ് സ്ത്രീകൾ ക്ലബ്ബുകൾ രൂപീകരിച്ചു, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ, തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ന്യൂസ് പേപ്പറിലൂടെ അവർ അച്ചടിക്കുമായിരുന്നു. About 60 women's clubs came up in different French societies. ഫ്രഞ്ച് സിറ്റീസ് ഓർ സൊസൈറ്റീസിൽ about 60 women's club, 60ഓളം വിമൻസ് ക്ലബ്ബാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിമൻസ് ക്ലബ് വാസ് ദ സൊസൈറ്റി ഓഫ് റെവല്യൂഷണറി ആൻഡ് റിപ്പബ്ലിക്കൻ വിമൻ, which was the most important women's club, the Society of Revolutionary and Republican Women, the most famous of them. How many women's clubs exist in French society? There are 60 women's clubs came up in French society. One of their main demands was that women enjoy the same political rights as men. What was the demand of women's club? Women's club in the demand endayirunnu. The demand was that women enjoy the same political rights as men. മെന്നിൻ്റെ അതേ അവകാശം അല്ലെങ്കിൽ അതേ പൊളിറ്റിക്കൽ റൈറ്റ്സ് മീൻസ് റൈറ്റ് ടു വോട്ട്, വോട്ടവകാശം സ്ത്രീകൾക്കും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെയിം വേജസ് ആസ് കമ്പയർഡ് ടു മെൻ, മെന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരേ വേജസ് കൊടുക്കണം. ഇതൊക്കെ അവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആയിരുന്നു. What was the main demand of women? The main demand was that women enjoy the same political rights as men. Political rights means voting rights, same wages, etc. Women were disappointed that the Constitution 1791 reduced them to passive citizens. എന്നാൽ ആ സമയത്ത് അവർക്ക് സ്ത്രീകൾക്ക് വളരെയധികം നിരാശ തോന്നിയിരുന്നു. വിമൻസ് വെയർ ഡിസപ്പോയിന്റഡ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1791. വൈ? ബിക്കോസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ റെഡ്യൂസ്ഡ് ദം ടു പാസീവ് സിറ്റിസൺസ്. ഇവർക്ക് വോട്ടവകാശം നൽകിയിരുന്നില്ല. പാസീവ് സിറ്റിസൺസ് മീൻസ് പീപ്പിൾ ഹു ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്സ്. വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലാത്തവരെയാണ് പാസീവ് സിറ്റിസൺസ് എന്ന് പറയുന്നത്. അവരെ പാസീവ് സിറ്റിസൺസിലേക്ക് അവരെ മാറ്റിയിരുന്നു. They demanded the right to vote, to be elected to the assembly and hold political office.
അവർ ഡിമാൻഡ് ചെയ്തിരുന്നത് റൈറ്റ് ടു വോട്ട്, വോട്ടവകാശം വേണം. ടു ബി ഇലക്റ്റഡ് ടു ദ അസംബ്ലി, അസംബ്ലിയിലേക്ക് അവരെ ഇലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഹോൾഡ് പൊളിറ്റിക്കൽ ഓഫീസ്, ഗവൺമെൻറ് ഓഫീസുകളിൽ അവർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം. Only then they felt would their interests be represented in a new government. ന്യൂ ഗവൺമെൻറ്റിൽ അവർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം. ഇതായിരുന്നു അവരുടെ ഡിമാൻഡ്. These are the condition of women in France before the revolution. The next paragraph shows the conditions of women in France after the revolution. In the early years, the revolutionary government did introduce laws that help improve the lives of women. എന്നാൽ after participating the revolutionary movement, some changes happened in French society. റവല്യൂഷണറി മൂവ്മെൻറ്റിൽ പങ്കെടുത്തതിന് ശേഷം ചേഞ്ചസ് ഗവൺമെൻറ് നൽകിയിരുന്നു. ടുഗദർ വിത്ത് ദ ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ് സ്കൂൾ, സ്കൂളിംഗ് വാസ് മെയ്ഡ് കമ്പൽസറി ഫോർ ഓൾ ഗേൾസ്. അതായത് സ്റ്റേറ്റ് സ്കൂളുകൾ സ്ഥാപിച്ചു. എല്ലാ പെൺകുട്ടികൾക്കും കമ്പൽസറി ആയിട്ട് വിദ്യാഭ്യാസം കൊടുത്തിരുന്നു. Their fathers could no longer force them to marry against their will. അവരുടെ താല്പര്യമില്ലാതെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുവാനായിട്ട് അച്ഛന്മാർക്ക് സാധിക്കുമായിരുന്നില്ല. മാരേജ് വാസ് മെയ്ഡ് ഇൻ ടു എ കോൺട്രാക്ട് entered into freely and registered under civil law. മാരേജ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്. ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. entered into freely and registered under civil law. സിവിൽ ലോയുടെ അടിസ്ഥാനത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യണം. വിവാഹം കഴിക്കാനായിട്ട് ഫ്രീ ആയിട്ട് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാനായിട്ടുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു. ഡിവോഴ്സ് വാസ് മെയ്ഡ് ലീഗൽ. ഡിവോഴ്സ് അതായത് വേർപിരിയണം എന്നുണ്ടെങ്കിൽ അത് ലീഗലായിട്ട് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ആൻഡ് കുഡ് ബി അപ്ലൈഡ് ഫോർ ബൈ ബോത്ത് വിമൻ ആൻഡ് മെൻ. സ്ത്രീയും പുരുഷനും ഒന്നിച്ച് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഡിവോഴ്സ് അനുവദിക്കുമായിരുന്നുള്ളൂ. വിമൻ കുഡ് നൗ ട്രെയിൻ ഫോർ ജോബ്സ്. സ്ത്രീകൾക്ക് ജോലിക്ക് വേണ്ടി ട്രെയിനിങ് നൽകിയിരുന്നു. സം വിമൻ ബിക്കെയിം ആർട്ടിസ്റ്റ്. ചിലർ ആർട്ടിസ്റ്റായിട്ട് മാറി. ഓർ റൺ സ്മോൾ ബിസിനസ്. സം വിമൻ റൺ സ്മോൾ ബിസിനസ്. ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ നടത്തുവാനായിട്ട് സ്ത്രീകൾ മുന്നോട്ട് വന്നിരുന്നു. These are the condition of women in France after the revolution. Women struggle for equal political rights, however, continue. ഇങ്ങനെയുള്ള കുറച്ച് കൺസെഷൻ കിട്ടിയെങ്കിലും അവർ പൊളിറ്റിക്കൽ റൈറ്റ്സ് കണ്ടിന്യൂ ചെയ്തിരുന്നു. അതിനു വേണ്ടിയുള്ള സമരങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. During reign of terror, the new government issued laws ordering lodgings of women's club and banning their political activities. മാക്സിമിലിയൻ റോബർട്ട്സ്പിയറുടെ ഗവൺമെൻറ് വിമൻസ് ക്ലബിനെ അനുവദിച്ചിരുന്നില്ല. അവരുടെ ആക്ടിവിറ്റീസിനെയെല്ലാം നിർത്തി വെച്ചിരുന്നു അല്ലെങ്കിൽ നിർത്തലാക്കിയിരുന്നു. Many prominent women were arrested and a number of them executed. ധാരാളം പ്രോമിനന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിമൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് മൂവ്മെന്റ്, ബട്ട് ദേ വെയർ അറസ്റ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. അവരെ അറസ്റ്റ് ചെയ്യുകയും നാടുകടത്തുകയും ചെയ്തിരുന്നു. വിമൻസ് മൂവ്മെന്റ് ഫോർ വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് ഈക്വൽ വേജസ് കണ്ടിന്യൂ ത്രൂ ദ നെക്സ്റ്റ് 200 years in many countries of the world. 200 വർഷത്തോളം വോട്ടിംഗ് റൈറ്റ്സിനും ഈക്വൽ വേജസിനും വേണ്ടി, ദാറ്റ് ഈസ് ദ പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഒരു 200 വർഷത്തോളമാണ് യുദ്ധം നടത്തിയിരുന്നത്.
The fight for vote was carried out through an international suffrage movement during the late 19th and early 20th century. 200 years war നടന്നുകൊണ്ടിരിക്കുകയാണ്. This war led to national suffrage movement. ഇത് പിന്നീട് വോട്ടവകാശത്തിന് വേണ്ടിയുള്ള സമരമായിട്ട് ഇന്റർനാഷണൽ സഫ്രജ് മൂവ്മെന്റ് ആയിട്ട് മാറുകയും ചെയ്തിരുന്നു. ലേറ്റ് 19th സെഞ്ചുറി, 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം, ആൻഡ് ഏർലി 20th സെഞ്ചുറി, 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ റൈറ്റ് ടു വോട്ട്, അതിനു വേണ്ടിയിട്ടാണ് സ്ത്രീകൾ പോരാടിയിരുന്നത്. ദ എക്സാമ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ഫ്രഞ്ച് വിമൻ during the revolutionary years was kept alive as an inspiring memory. ഈ ഫ്രഞ്ച് വുമന്റെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെയാണ് അല്ലെങ്കിൽ ഇത്തരം മൂവ്മെന്റിലൂടെയാണ് അത് ലോക ജനതയ്ക്ക് മുഴുവനും ഇൻസ്പിറേഷൻ ആയത്. It was finally in 1946 the women in France won the right to vote. 200 years വാറിന് ശേഷം 1946-ലാണ് വുമൻ ഇൻ ഫ്രാൻസ് വോൺ ദ റൈറ്റ് ടു വോട്ട്. റൈറ്റ് ടു വോട്ട് അവർ നേടിയെടുക്കുന്നത്, വോട്ട് ചെയ്യാനുള്ള അവകാശം ഫ്രാൻസിൽ കിട്ടിയിരുന്നത് 1946 ആയിരുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റവല്യൂഷണറി വുമൺ വാസ് ഒളിമ്പി ഡി ഗോർജസ്. ഒളിമ്പി ഡി ഗോർജസ് എന്ന് പറയുന്ന വുമനായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രാൻസിൽ വിപ്ലവകാരിയായിട്ടുള്ള വനിത. ഒളിമ്പി ഡി ഗോർജസ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കലി ആക്റ്റീവ് വുമൺ ഇൻ റവല്യൂഷണറി ഫ്രാൻസ്. ഷീ പ്രൊട്ടസ്റ്റഡ് എഗൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അവരെതിരായിരുന്നു. ഫ്രാൻസിൽ 1791 ആരംഭിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അവരെതിരായിരുന്നു. ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ. കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് അതോടുകൂടിയാണ്. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ, പൗരന്മാർക്ക് നൽകിയിട്ടുള്ള എല്ലാ റൈറ്റ്സിനെയും അവർ എതിർത്തിരുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കലി ആക്റ്റീവ് വുമൺ വാസ് ഒളിമ്പി ഡി ഗോർജസ്. In this topic, we discuss about the condition of women in France before and after revolution. I hope you understood this concept. Read the text well. Thank you, children. Thank you so much.